അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ സബ്ജക്ട്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഡീപ് ബീംസ് എന്നൊക്കെയാണ് നമുക്ക് RCC എന്ന് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്ട്രക്ചറൽ സബ്ജക്ട്സിനകത്ത് RCCയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റീലിൽ നിന്ന് പ്ലേറ്റ് ഗേർഡർ എന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഇൻ ഡെപ്ത് ഈ ഒരു പരീക്ഷ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ. ചോദ്യം എല്ലാ പരീക്ഷകൾക്കും കുറവാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴപ്പി പഠിക്കാൻ ചാൻസ് ആണ്. നമ്മൾ കൂടിപ്പോയാൽ പിച്ച് എന്താണ്, ഗേജ് എന്താണ്, പിച്ചിൻ്റെ കോഡൽ പ്രൊവിഷൻ, ഗേജിൻ്റെ കോഡൽ പ്രൊവിഷൻ ഒക്കെയാണ് ഓവർസിയർ ലെവലിൽ പഠിക്കുക. JEE ലെവലിൽ ഒരു 5 വോളിയം ബുക്കുണ്ട്. 1 2 3 4 5 5 5 വോളിയത്തിലും കുറച്ച് സബ്ജക്ട്സ് വീതം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് 5 വോളിയം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മുടെ സെപ്റ്റംബർ മാസത്തെ എക്സാം കാലണ്ടർ വന്നതിൽ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ എക്സാം ഉണ്ട്. ആൻഡ് ആസ് എ ടോൾഡ് ടീച്ചിങ് ജോബാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്, പക്ഷേ BTech MTech കഴിഞ്ഞവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ആൻഡ് ITLലെ ടീച്ചർ ആയിട്ടാണ് ഈ ഒരു ജോബ് കിട്ടുക. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് എനി ഹയർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടാനും ചാൻസ് ഉള്ള ഒരു ജോബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. കഴിഞ്ഞ ലിസ്റ്റിൽ നമുക്ക് 2 വേക്കൻസിക്ക് നോട്ടിഫൈ ചെയ്തിട്ട് മോർ ദാൻ 100 പേർക്ക് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതുപോലെ നമ്മൾ സിലബസും ഒക്കെ ഓൾറെഡി ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള 2 മാസത്തിനുള്ളിൽ എങ്ങനെ ഈ ഒരു എക്സാമിന് എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം. മാത്രമല്ല നമ്മൾ ഓൾറെഡി സിലബസിൽ നമുക്ക് വിത്ത് മാർക്സ് ആണ് കഴിഞ്ഞ എക്സാമിനും ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ചെറിയ ഒരു വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇപ്പം 5 മാർക്ക് എന്നുള്ളത് 4 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബാക്കി സബ്ജക്ട്സ് ചില സബ്ജക്ട്സിന് 15 എന്നുള്ളത് 16 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൊട്ട് മുന്നേ നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഓരോ സബ്ജക്ട്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു, ആ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വന്നു എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺ. നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് നമുക്കിത് ഞാൻ എല്ലാ സബ്ജക്ട്സും കാണിച്ചിട്ടില്ല. ആൻഡ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് നമുക്കിവിടെ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് സ്ട്രക്ചറൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒരുപാട് നമ്മുടെ ഓവർസിയർ ലെവലിലെ പരീക്ഷ, എസ്പെഷ്യലി ഡിപ്ലോമ ലെവലിലെ പരീക്ഷയാകുമ്പോൾ വി എക്സ്പെക്ട് ദാറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് നിന്നും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ വേരിയേഷൻ വന്നു, നമുക്ക് സ്ട്രക്ചറൽ സബ്ജക്ട്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. കാര്യം എന്താ വെച്ചാൽ ഒരു ടീച്ചിങ് ജോബാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിലൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ സബ്ജക്ട്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഡീപ് ബീംസ് എന്നൊക്കെയാണ് നമുക്ക് RCC എന്ന് പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്ട്രക്ചറൽ സബ്ജക്ട്സിനകത്ത് RCCയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റീലിൽ നിന്ന് പ്ലേറ്റ് ഗേർഡർ എന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഇൻ ഡെപ്ത് ഈ ഒരു പരീക്ഷ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നമുക്ക് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ ഓവർസിയർ ലെവലിലെ പരീക്ഷ പഠിക്കുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ക്വാണ്ടിറ്റി സർവേയിങ്, സർവേ ഒക്കെ പഠിച്ചിട്ടാണ് പോവാറ്. ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും എന്നുള്ള എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ മാറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കണ്ടത്. ആൻഡ് ഐ എം നോട്ട് പ്രെഡിക്റ്റിംഗ് ദാറ്റ് ഇനി വരുന്ന എക്സാം ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. നമ്മളെല്ലാം പഠിച്ചിട്ട് പോകണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പറയാം. ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ്, CADൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ്, ബൈലോസിൽ നിന്ന് നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബിൽഡിംഗ് ബൈലോസിൽ NBSൽ നിന്ന് നമുക്ക് സാധാരണ KMBRൽ നിന്നാണ് നമ്മുടെ കേരള PSC കൂടുതൽ ചോദിക്കാറുള്ളെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് NBSൽ നിന്ന് കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സർവേയിൽ നിന്ന് നമുക്ക് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനും സെയിം 12 ആണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും 15 മാർക്കാണ് നമ്മുടെ സിലബസിൽ പറയുന്ന വെയിറ്റേജ് എങ്കിൽ കൂടി 12 മാർക്ക് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ദെൻ നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് വാല്യുവേഷന് 12 മാർക്കാണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അഗെയിൻ 12 മാർക്ക്. നമുക്ക് വാട്ടർ സപ്ലൈയും വേസ്റ്റ് വാട്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷനാണ് 12 മാർക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഹൈവേ 6 ആണ്. ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് യു ക്യാൻ സി 15 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ്. സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻസ് 15 തന്നെയാണ്. അത് അവർ ആ 15 എന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 15 മാർക്ക് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാൻ നിങ്ങൾക്ക് ജസ്റ്റ് സിലബസ് നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് ഓരോ സബ്ജക്ട്സിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ള കാര്യം ജസ്റ്റ് സിലബസിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി സിലബസ് ഉണ്ട്. സിലബസ് വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് 15 മാർക്ക് വെയിറ്റേജ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. ലൈക്ക്
ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറൽ സബ്ജക്ട്സ്. അപ്പോൾ ഇതെല്ലാം ആദ്യം എടുത്ത് പഠിക്കുക. ബിക്കോസ് നമുക്ക് 15, 30, 45, 60 മാർക്കോളം അവിടെ കിട്ടുകയാണ്. അപ്പോൾ അറൗണ്ട് 60 മാർക്സ് ഈ 15 മാർക്കിൻ്റെ സബ്ജക്ട്സ് ആണ് നമുക്ക് തരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരീക്ഷ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ കൊണ്ടുപോകണോ താഴെ കൊണ്ടുപോകണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ആര് തന്നെയാണ് ഈ 15 മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 15 മാർക്കുള്ള സബ്ജക്ട്സ് ആദ്യം പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. അതിനകത്തും തിയറി സബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ആണ്. അപ്പം തിയറി സബ്ജക്ട്സും പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സും ക്ലബ് ചെയ്തിടുക. കാര്യം തിയറി പഠിച്ച് നമ്മൾ മടുക്കും, പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് പഠിച്ച് നമ്മൾ ചെയ്ത് പഠിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഇനി ഈ സ്ട്രക്ചറൽ പേപ്പറിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊന്നും പ്രോബ്ലംസ് അല്ല, എല്ലാം വാല്യൂസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ചോദിച്ചത്. നമ്മൾ വലിയ വലിയ പ്രോബ്ലം ഒന്നും ചെയ്ത് പഠിക്കാനല്ല, മോസ്റ്റലിൽ നിന്ന് അല്ലെങ്കിൽ RCCയിൽ നിന്ന് ഒന്നും നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡിപ്ലോമ ലെവലിലെ പരീക്ഷയാണ്. ആൻഡ് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, അവർ RCC പഠിക്കുന്ന സമയത്ത് തിയറി മാത്രമാണ്. അതായത് അത് ഇപ്പോൾ നമുക്ക് കോഡൽ പ്രൊവിഷൻ എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളം എടുത്തു കഴിഞ്ഞാൽ കോളത്തിൻ്റെ ലാറ്ററൽ ടൈസിൻ്റെ പിച്ച് ചോദിക്കാം. പിച്ചിനകത്ത് നമുക്ക് A ലെവലിലെ പരീക്ഷയാണെങ്കിൽ നമുക്ക് ഡയമീറ്റർ, ലോങ്ജിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഡയമീറ്റർ തന്നിട്ട് കോളത്തിൻ്റെ സൈസ് തന്നിട്ട് പിച്ച് ഏതാണെന്ന് ചോദിക്കാം അല്ലേ. അത് നമുക്ക് A ലെവലിലെ പരീക്ഷയ്ക്ക് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഓവർസിയർ ലെവലിലെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലൊരു പരീക്ഷയ്ക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമ്പറ്റീഷൻ ഇൻ ഫ്യൂച്ചർ ദേ മേ ബി ക്വസ്റ്റൻസ് ലൈക്ക് ദാറ്റ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ സേഫ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാണാതെ പഠിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പിച്ച് ഇത്ര കൊടുക്കുന്നു, അല്ല പിച്ചിനകത്ത് പറയുന്ന 3 കാര്യങ്ങൾ എന്നുള്ളത് ഓപ്ഷൻ്റെ സഹായം കൂടാതെ നമ്മുടെ മനസ്സിൽ വരണം. അതായത് 16 ടൈംസ് ഡയമീറ്റർ, 300 mm, അതുപോലെ തന്നെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അതിൽ 16 ടൈംസ് ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മിനിമം ഡയമീറ്ററിലാണ്, ലോങ്ജിറ്റ്യൂഡിനൽ ഡയമീറ്ററിന് മിനിമം ഡയമീറ്ററാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യസഹിതം നമ്മൾ കാരണസഹിതം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകത്തില്ല. നമ്മൾ കാണാതെ പഠിച്ച് ഓപ്ഷൻ്റെ സഹായത്തോടു കൂടി ആൻസറിലേക്ക് എത്താൻ വരുമ്പോഴാണ് RCC പോലുള്ള സബ്ജക്ട്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അത് ഏത് എക്സാമിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റേജ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഓരോ ഞാൻ ഇതിനകത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ നമുക്ക് ഓരോ എല്ലാ ടോപ്പിക്കും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി സിംഗിൾ ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഈ ഒരു പാട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സിലബസിൽ പറയുന്ന ഓരോ വാക്കും പഠിക്കണം എന്നുള്ളതാണ്. സിലബസ് വെറുതെ അല്ല. ഇപ്പം 2020 ശേഷം നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് സിലബസിന് 100% നീതി പുലർത്തുന്ന രീതി തന്നെയാണ് PSC ക്വസ്റ്റ്യൻ നമുക്ക് കൊണ്ടുവരാം. മാത്രമല്ല ഇപ്പം എസ്പെഷ്യലി നമുക്ക് സിലബസ് വിത്ത് മാർക്ക് വെയിറ്റേജ് വന്നതിന് ശേഷം ആ മാർക്സും ആ ടോപ്പിക്സും അതുപോലെ തന്നെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ ലെറ്റ്സ് ലുക്ക്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സ്, അതായത് 15 മാർക്സ് ഈച്ച് ഉള്ള സബ്ജക്ട്സ് ഉണ്ട്. സിലബസ് ഡിസ്കഷൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് 15 മാർക്ക് വെയിറ്റേജ് വരുന്ന സബ്ജക്ട്സിന് കൂടുതൽ സമയം കൊടുക്കുക. ആദ്യം അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹൈവേ എഞ്ചിനീയറിംഗിലേക്ക് ആദ്യം വരാം. ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 2 പാർട്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സൈനാണ്, ട്രാഫിക് സൈൻസ് ആൻഡ് മാർക്കിങ്സ്, ട്രാഫിക് സിഗ്നൽസും നമ്മുടെ റോഡിൽ ട്രാഫിക്സ്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് സൈനിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൽ എഴുതിയിരിക്കുന്ന ലെറ്ററിൻ്റെ കളർ, അങ്ങനെ എല്ലാം ചോദിക്കുക. അപ്പോൾ സയൻസിൽ നിന്നാണ് നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഡാർക്ക് ബ്ലൂ കളർ. നമുക്ക് ഈ സയൻസിൽ നിന്നാണ് മെജോറിറ്റി. 6 ക്വസ്റ്റ്യൻ ഉണ്ടായാലും എനിക്ക് തോന്നുന്നു 3-4 ക്വസ്റ്റ്യൻസ് എന്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഹൈവേ, അതായത് നമ്മുടെ ഹൈവേയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഹൈവേയുടെ ജോമെട്രിക് എലമെൻറ്റ്സ് തുടങ്ങിയ ഭാഗത്തിൽ നിന്നാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പഠിക്കുമ്പോഴത്തേക്ക് സയൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ബിക്കോസ് സയൻസ് ഒക്കെ തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഫോമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇറിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളജിയിൽ നിന്ന് ആകെപ്പാട് ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് ചോദിച്ചത്. വളരെ ചെറിയ വെയിറ്റേജ് ആണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, അതെവിടെ ഉപയോഗിക്കാം, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ നമ്മുടെ കനാൽസ് അലൈൻ ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ്. അത് ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഇറിഗേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഭാഗം വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പാണ്. അതിൽ വരുന്ന ക്രോപ്പ് പീരീഡ് എന്താണ്, ബേസ് പീരീഡ് എന്താണ്, ഡ്യൂട്ടി എന്താണ്, ഡെൽറ്റ എന്താണ്, കോർ ഡെപ്ത് എന്താണ്, ഡെൽറ്റയുടെ വാല്യൂസ് കാണാതെ പഠിക്കാനുണ്ട്, കോർ ഡെപ്തിൻ്റെ വാല്യൂസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് തന്നെയാണ് ഇറിഗേഷൻ നിന്ന് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷ, ഈവൻ എക്സാമിന് പോലും വാട്ടർ റിക്വയർമെൻറ്റ് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഏത് ലെവലിലുള്ള പരീക്ഷയാണെങ്കിലും വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഓവർസിയർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ വ്യത്യാസം വരും. അതായത് ഡൈവേർഷൻ, ഹെഡ് വർക്സിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്.
അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ബാർ ചാർട്ട് കുറച്ച് വിടർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് എല്ലാ ടോപ്പിക്കിൽ നിന്നും നമുക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോഴ്സസ് ഓഫ് വാട്ടർ, നമ്മുടെ അണ്ടർഗ്രൗണ്ട് സോഴ്സസും സർഫസ് സബ്സർഫസ് സോഴ്സസ് എന്ന് വരെ ചോദ്യമുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ദെൻ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സീവേജിൽ നിന്നും സീവേജ് അപ്പർട്ടനൻസസ് എന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്കെല്ലാം അപ്പർട്ടനൻസസിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ എടുത്തു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ്റെ ആദ്യം കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, അതുപോലെ തന്നെ കണ്ടിജൻസീസ്, ടൂൾസ് ആൻഡ് പ്ലാൻസിൻ്റെ എമൗണ്ട് എത്രയാണ്, നമ്മുടെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതിനകത്ത് വരുന്ന എക്സാമ്പിൾസും കാര്യങ്ങളും. ദെൻ ക്വാണ്ടിറ്റി എസ്റ്റിമേഷന് മിക്കവാറും ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ കോൺക്രീറ്റ് തന്നിട്ട് എത്ര ബാഗ് ഓഫ് സിമെൻ്റ് ആണ്, വോളിയം ഓഫ് സിമെൻറ്റ് എത്രയാണ്, അല്ലെങ്കിൽ സിമെൻറ്റ് മോട്ടാർ തന്നിട്ട് ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ചോദിക്കാം. അങ്ങനെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ എസ്റ്റിമേഷനകത്ത് യൂണിറ്റ്സ്, അങ്ങനെയുള്ള കാര്യം, മെഷർമെൻറ്റ് യൂണിറ്റ്, പേയ്മെൻറ്റ് യൂണിറ്റ്സ്, പിന്നെ നമ്മുടെ പെയിൻറ്റിങ് കോഎഫിഷ്യൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ കോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിൻലി നമ്മുടെ എന്താ പറയുക CPWDയുടെ കുറച്ച് നോംസ് ഉണ്ട്. ലൈക്ക് ഒരു മേസൺ അല്ലെങ്കിൽ ഒരു മസ്ദൂർ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ഒരു ദിവസം കണ്ടിന്യൂസ്ലി 8 മണിക്കൂർ വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ടേൺ ഔട്ട് അയാൾക്ക് കിട്ടും. അതായത് ലൈക്ക് അയാൾ എർത്ത് വർക്ക് എക്സ്കവേഷനാണ്, നോർമൽ സോയിലാണെങ്കിൽ എത്രയാണ് വരുന്നത്, ഹാർഡ് സോയിലാണ് എത്ര മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ എത്ര വോളിയത്തിൽ നമുക്ക് എർത്ത് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ടേബിൾ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു കോസ്റ്റിംഗ് ഭാഗത്ത് വരിക. ദെൻ വാല്യുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ ഡെഫിനിഷൻസ് ആദ്യം ഉണ്ട്. പിന്നെ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, പിന്നെ കുറച്ച് വാല്യൂസ് പഠിക്കാനുണ്ട്, ഒബ്സോളസൻസ്, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ തന്നെ നമുക്ക് വാല്യുവേഷനിൽ നിന്ന് ചോദ്യമായിട്ട് വരാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളത്. ദെൻ സ്ട്രക്ചറൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോസിലെ സ്ട്രെസ് സ്ട്രെയിനിൽ നിന്നൊരു 2 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൽ നിന്നൊക്കെ ഉള്ള ചോദ്യം. പിന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നത് RCCയിൽ നിന്നും സ്റ്റീലിൽ നിന്നുമാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് RCCയും സ്റ്റീലും പഠിക്കുക. സ്റ്റീല് മിക്കവാറും ചോദ്യം എല്ലാ പരീക്ഷകൾക്കും കുറവാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴപ്പി പഠിക്കാൻ ചാൻസാണ്. നമ്മൾ കൂടിപ്പോയാൽ പിച്ച് എന്താണ്, ഗേജ് എന്താണ്, പിച്ചിൻ്റെ കോഡൽ പ്രൊവിഷൻ, ഗേജിൻ്റെ കോഡൽ പ്രൊവിഷൻ ഒക്കെയാണ് ഓവർസിയർ ലെവലിൽ പഠിക്കുക. പക്ഷേ അതൊന്നുമല്ല, പ്ലേറ്റ് ഗേർഡറിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീല് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സിലബസ് നോക്കി ഓരോ വാക്കും നോക്കി തന്നെ പഠിക്കുക. അതിനകത്ത് ബീമിൻ്റെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്, കംപ്രഷൻ മെമ്പറിൻ്റെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റൂഫ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കണം. ഞാൻ RCC എടുത്തു കഴിഞ്ഞാലും ഡീപ്പ് ബീം എപ്പോഴാണ് നമുക്ക് ഡീപ്പ് ബീം എന്നൊരു ബീമിനെ ലെവലിലെ പരീക്ഷയ്ക്ക് പോലും നമ്മൾ ഡീപ്പ് ബീം ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഡീപ്പ് ബീം നമ്മുടെ കോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ക്ലോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം RCC നന്നായിട്ട് പഠിക്കുക. പിന്നെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, SFD BMD ഡയഗ്രത്തിൻ്റെ പാർട്ടിൽ നിന്ന്, അതായത് ലൈക്ക് ബീംസ്, ടൈപ്പ് ഓഫ് ബീംസ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ബീമിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ തുടങ്ങി നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അത് 1-2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡിപ്ലോമ ലെവലിൽ നോക്കുക. അതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഫ്രിക്ഷനൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സ്ട്രക്ചറിൽ നിർബന്ധമായും പഠിക്കണം. സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയിൻ സർവേയിങ് നിന്നുണ്ട്, കോൺട്രറിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലെവലിംഗ് നിന്നുണ്ട്, തിയോഡലൈറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, പ്ലെയിൻ ടേബിളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, കോമ്പസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, മോഡേൺ സർവേയിങ്ങിന് 3 ക്വസ്റ്റ്യൻ. 15 മാർക്കാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ടോപ്പിക്കും സർവേയിങ്. അപ്പോൾ സർവേയിങ് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. സർവേയിങ് പിന്നെ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റും ആയിരിക്കും, എളുപ്പമുള്ള സബ്ജക്റ്റുമാണ്. അപ്പോൾ ഈ എളുപ്പമുള്ള സബ്ജക്റ്റിനെ നമുക്ക് ആരുമായിട്ട് ക്ലബ് ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രക്ചറിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനകത്തുള്ള RCCയോ സ്റ്റീലുമായിട്ടോ ക്ലബ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പം മടുക്കത്തില്ല. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിലബസിലുള്ള ഓരോ വാക്കിൽ നിന്നും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്ന ഒരു പേപ്പറാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ സിമെൻറ്റ് ഉണ്ട്, ഫിനിഷിങ്ങിനകത്ത് പ്ലാസ്റ്ററിൽ നിന്നും പോയിൻറ്റിങ് ഒക്കെ ഇല്ലാത്ത ഒരു ഓവർസിയർ ലെവലിലെ പരീക്ഷ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലെ പരീക്ഷ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറേ എടുക്കാൻ പറ്റത്തില്ല. പോയിൻറ്റിങ് ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റൂഫും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെയർ, വിൻഡോ, ഡോർ ഇല്ല ഇതിനകത്ത്. ഡോർ അല്ലെങ്കിൽ വിൻഡോ എപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 2ഉം ചോദിക്കാറുണ്ട്. വിൻഡോ എന്നൊക്കെ സാധാരണ നമ്മുടെ
എന്താണ് ബേ വിൻഡോ, ഡോമർ വിൻഡോ എന്നൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. അത് തന്നെയാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. ടിമ്പർ എടുത്തു കഴിഞ്ഞാൽ ഡിഫക്ട്സിൽ നിന്നാണ് കൂടുതൽ ഇഷ്ടം. ടിമ്പറിന് ഡിഫക്റ്റാണ്, പക്ഷേ ഇപ്പോൾ സീസണിൽ നിന്നും ഡ്യൂറബിലിറ്റി വെച്ചിട്ടുള്ള ടിമ്പറിൻ്റെ കോഡൽ ക്ലാസിഫിക്കേഷൻ വരെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് കഴിഞ്ഞ 2023 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ് ഉണ്ട്. കോണ്ടി ടെക്നോളജിയിൽ നിന്ന് നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സ്റ്റോണിൽ നിന്ന് 2 ക്വസ്റ്റൻ ഉണ്ട്. സ്റ്റോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോർ ഉണ്ട്. ഇവിടെ അതിശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്കിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ല. സാധാരണ PSCക്ക് ബ്രിക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബ്രിക്കിൽ ലൈമും കൂടി നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇത് മാത്രം പഠിക്കാനല്ല പറയുന്നത്, സിലബസ് എടുത്ത് ഓരോ വേർഡും പഠിക്കണം എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു അനാലിസിസ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള ടാർഗറ്റാണ്. നമുക്കിപ്പോൾ ജൂലൈ മാസം തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ഓഗസ്റ്റ് മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സെപ്റ്റംബറിൽ നമുക്ക് പരീക്ഷയാണ്. നമ്മുടെ കയ്യിലൊരു 1.5 മന്ത്സേ ഹാർഡ്ലി ഉള്ളൂ. ഈ 1.5 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് അറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട്സ്, വീക്കർ സബ്ജക്റ്റ് എല്ലാം തന്നെ അറിയാം. അനലൈസ് ചെയ്ത് ഈ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ട്രാക്കിൽ തന്നെ പോയിക്കോട്ടെ. പക്ഷേ ഇഫ് യു ആർ എ ബിഗിനർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മാത്രം പോയിട്ട് കാര്യമില്ല. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് യു ക്യാൻ ഡു എ റിവേഴ്സ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ത്രൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്ക്ലെറ്റ്സ് എടുക്കുക. ത്രൂ ക്വസ്റ്റ്യൻസ് ലൈക്ക് SSC JEE ഒക്കെ ഡിപ്ലോമ ലെവലിൽ നടക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ SSC JEE അല്ലെങ്കിൽ നമുക്ക് JEE ലെവലിലെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ JEE ലെവലിലെ ഒരു 5 വോളിയം ബുക്കുണ്ട്. 1 2 3 4 5 5 എണ്ണം. 5 വോളിയത്തിലും കുറച്ച് സബ്ജക്ട്സ് വീതം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് 5 വോളിയം. അപ്പം 5 വോളിയം ബുക്സ് ഉണ്ട്. ഈ ബുക്സ് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ താഴെ തിയറി വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബുക്കുമായിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് തന്നെ പഠിക്കണം. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വാല്യൂസ് അതിനകത്തുണ്ടെങ്കിൽ പഠിച്ചു വെക്കേണ്ടത്. അതൊരു മെത്തേഡാണ്. അതെന്ന് പറയുന്നത് ഒത്തിരിയും സക്സസ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് താഴെയാണ്. ബിക്കോസ് ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചെടുക്കുമ്പോൾ കുറച്ച് കോൺസെപ്റ്റിൻ്റെ ഒരു മിസ്സിംഗ് ഒക്കെ വരും. സ്ട്രക്ചറൽ സബ്ജക്ട്സ് തിയറി ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ്, അതായത് ത്രൂ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ, സർവേയിങ്, മാക്സിമം പോയ എസ്റ്റിമേഷനും ക്ലാസ്സസ് കണ്ട് പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവർ 3 പേരെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ ബാക്ക് സ്റ്റഡി നടത്താൻ പറ്റും. പക്ഷേ ബാക്കി സ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ക്ലാസ്സസും അതുപോലെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനും വെബിനാർ സെഷൻസും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ പുതിയ വീഡിയോസിനെ കുറിച്ച് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ടെക്നിക്കൽ കണ്ടൻറ്റ്, എല്ലാ ബ്രാഞ്ചിൻ്റെ ടെക്നിക്കൽ കണ്ടൻറ്റും അതുപോലെ തന്നെ നമുക്ക് അപ്കമിങ് എക്സാംസ് നോട്ടിഫിക്കേഷന്, പിന്നെ എക്സാമിന് തുടർന്നിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിൻ്റെ കുറച്ച് ഡേയ്സ് മുന്നേ ഉള്ള വെബിനാർ സീരീസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി നമുക്ക് വളരെ കുറവ് ടൈം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ വളരെ നല്ലൊരു പോസ്റ്റാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ്. സോ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.